കേരളീയ വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള ആക്രമണ സ്വഭാവം ഉണ്ടായിരുന്നത് ഇപ്പോഴല്ല, പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. കേരളത്തിലെ ഒട്ടേറെ കോളേജുകളിൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിന്റെ യൂണിയൻ ചെയർമാനായ CV ജോസ് കോളേജിൽ വെച്ച് കൊല്ലപ്പെട്ട ആളാണ്. ആ കേസിലെ സാക്ഷിയായിരുന്ന പ്രസാദും കൊലയാളികളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യനായ നിയമമന്ത്രി ശ്രീ AK ബാലനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇടയിൽ ചാടി വീണ കോളേജ് യൂണിയന്റെ ജനറൽ ക്യാപ്റ്റൻ മുഹമ്മദ് അഷ്റഫ് ബ്രണ്ണൻ കോളേജിൽ ക്രൂരമായി നിഷ്ഠൂരമായി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയന്റെ കലോത്സവം നടക്കുമ്പോഴാണ് വിദ്യാർത്ഥി നേതാവും യൂണിയൻ ഭാരവാഹിയുമായ കൊച്ചനിയൻ കലോത്സവ വേദിയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ജോബി ആൻഡ്രൂസിനെ താമരശ്ശേരിയിൽ സ്കൂളിന്റെ മുൻപിൽ വെച്ച് കല്ലെറിഞ്ഞാണ് കൊന്നത്. കോട്ടയം CMS കോളേജിന്റെ വരാന്തയിൽ വെച്ചാണ് അജീഷ് വിശ്വനാഥനെ അടിച്ചു കൊന്നത്. ഞാൻ സൂചിപ്പിച്ച ഈ സംഭവങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ കലാലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ബഹുമാന്യനായ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാവ് G സുധാകരന്റെ സഹോദരൻ ഭുവനേശ്വരനെ പന്തളം NSS കോളേജിൽ വെച്ച് അടിച്ചു കൊല്ലുകയായിരുന്നു. ഈ സഭയിൽ മുൻപ് സാമാജികനായിരുന്ന ഇപ്പൊ നമ്മോടൊപ്പം ഇല്ലാത്ത സൈമൺ ബ്രിട്ടോയെ എറണാകുളത്ത് വെച്ച് കുത്തി മലർത്തിയതും നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇങ്ങനെ കടാര ഇരകളുടെ ചോര ദാഹിച്ച് നടന്ന ഒരു കാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നു. അന്നൊരു കോടതിയും ഈ അക്രമം അവസാനിക്കണമെന്നോ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണ്ടെന്നോ പറഞ്ഞിട്ടില്ല. എന്നാൽ കേരളത്തിന്റെ എല്ലാ കോളേജുകളിലും ഈ അക്രമത്തിന്റെ ശക്തികളെ പരാജയപ്പെടുത്തി വിദ്യാർത്ഥികൾ അക്രമത്തെ തള്ളിപ്പറഞ്ഞ് അക്രമകാരികൾക്ക്, കൊലയാളികൾക്ക് കോളേജിൽ ഇടമില്ലാതെ അവരെ ഒറ്റപ്പെടുത്തി വിദ്യാർത്ഥികൾ ജനാധിപത്യപരമായി സംഘടിച്ച് മുൻപോട്ട് വന്ന ഈ കാലത്താണ് നിർഭാഗ്യവശാൽ കോടതി ഇത്തരമൊരു വിധി പറഞ്ഞത്. ഇപ്പൊ ഈ സമീപ സമയത്ത് ഇത്തരത്തിലൊരു സംഭവം നമ്മുടെ ഒരു കോളേജിലും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ കശപിശയോ അടിപിടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, അത് എപ്പോഴും എവിടെയും സംഭവിക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. ചെയ്യുകയും വേണം. ഒരക്രമവും ഉണ്ടാവുകയും ചെയ്യരുത്. അതിന് പകരം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം തന്നെ പാടില്ല എന്ന് വിധിക്കുന്നത് ഭരണഘടനാ ലംഘനമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. സമാധാനപരമായി സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമുണ്ട്. അത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണ്. ആ ഭരണഘടനയ്ക്ക് കീഴിലാണ് ഏത് കോടതിയും. ഒരു ജഡ്ജിയും ഭരണഘടനയുടെ മുകളിലല്ല. ആ ഭരണഘടന കണ്ടില്ലെന്ന് നടിച്ച് വോട്ടവകാശമുള്ള പൗരന്മാർ, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇന്ന് കോളേജിൽ പഠിക്കുന്നവർ വോട്ടവകാശമുള്ള പൗരന്മാരാണ്. ആ പൗരന്മാരുടെ ഭരണഘടനാപരമായ സംഘടിക്കാനുള്ള അവകാശത്തെ, സമരം ചെയ്യാനുള്ള അവകാശത്തെ വേണ്ടെന്ന് പറയാൻ ഒരു കോടതിക്കും അവകാശമില്ല. നിർഭാഗ്യവശാൽ ആ കോടതി പരിധി ലംഘിച്ചിരിക്കുകയാണ്. അങ്ങനെ പരിധി ലംഘിക്കുന്ന ഈ സാഹചര്യം, ആ വിധി നടപ്പാകുന്ന സാഹചര്യം വന്നാൽ വർഗീയ ശക്തികളും അരാജക സംഘങ്ങളും കോളേജുകളെ പിടിമുറുക്കും. ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഇടപെടാനും വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനും നമ്മുടെ കോളേജുകൾ സമാധാന അന്തരീക്ഷത്തിലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം.